ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യ അതിക്രൂരമായ പീഡനം ഏറ്റുവാങ്ങിയിരുന്നുവെന്ന കുടുംബത്തിന്റെ ആരോപണം ശരിവയ്ക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 46 മുറിവുകളാണ് അതുല്യയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. മുറിവുകളിൽ പലതും മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രം സംഭവിച്ചതാണെന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. നീ ഒന്ന് പോയാലും ഞാൻ കുത്തി കൊന്നിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. നീ ആരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ആരെ കാണിക്കാനുള്ള. സംസാരിക്കുന്ന ഈ തെളിവുകൾ ഒരിക്കൽ കൂടി ബലപ്പെടുത്തുന്നതാണ് അതുല്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരിക്കുന്നതിന് മണിക്കൂറുകൾ മുൻപും അതിക്രൂരമായ പീഡനങ്ങൾ അതുല്യ ഏറ്റുവാങ്ങി. മരണത്തിന് കീഴടങ്ങുമ്പോഴും ഉണങ്ങാത്ത നിരവധി മുറിവുകൾ ആ ശരീരത്തിലുണ്ടായിരുന്നു. 46 മുറിവുകളിൽ ഏറെയും 2 ആഴ്ചയിൽ താഴെ പഴക്കമുള്ളവയായിരുന്നു. മരിക്കുന്നതിന്റെ തലേ ദിവസവും ഭർത്താവ് സതീഷ് മദ്യപിച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് അതുല്യ സഹോദരി അഖിലയോട് വ്യക്തമാക്കിയിരുന്നു. നിങ്ങൾ വിചാരിച്ച എന്നെ അങ്ങ് തീർക്കാൻ പറ്റും? തീർക്ക് എനിക്കും ജീവിക്കണ്ട. ഇത്ര 10 വർഷം ഞങ്ങൾ അനുഭവിച്ചില്ലേ, അതിൽ കൂടുതൽ ഇനി എന്തുവാ? കഴുത്ത് ഞെരിഞ്ഞ് ശ്വാസം നിലച്ചാണ് അതുല്യയുടെ മരണം സംഭവിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മരിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ അതുല്യ ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങിയിരുന്നുവെന്ന കുടുംബത്തിന്റെ ആരോപണം ബലപ്പെടുത്തുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും പുറത്തുവന്ന ക്രൂരമായ ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ സതീഷിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കാനുള്ള നീക്കം അന്വേഷണ സംഘം ശക്തമാക്കും. സതീഷിനെ ചോദ്യം ചെയ്യലിന് കസ്റ്റഡിയിൽ നൽകണമെന്ന അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ കോടതി ഈ മാസം 8-ന് പരിഗണിക്കും. ജൂലൈ 19-നാണ് അതുല്യയെ ഷാർജയിൽ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് മലയാളം, കൊല്ലം.